ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബുക്ക് റിവ്യൂ ആയിട്ടാണ്. ദ ബുക്ക് ഈസ് സ്റ്റേഷൻ 11. സോ ഈ ഓഥറിന്റെ സെക്കൻഡ് ബുക്കാണ് ഞാൻ ഈ വായിക്കുന്നത്. ആൻഡ് ഈ ഓഥറിന്റെ ഒരു ബുക്കുണ്ട്, സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഐ ലവ്ഡ്. ലൈക്ക് ഇറ്റ് വാസ് എ 5 സ്റ്റാർ. അബ്സല്യൂട്ട്ലി അടിപൊളിയായിട്ടുള്ളൊരു ബുക്കാണ്. ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ബുക്കാണ്. സോ അതിനുശേഷം ഞാൻ ഈ ബുക്ക് വായിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. സോ ഞാൻ ഇത് വായിച്ചു ആൻഡ് ഇറ്റ് വാസ് എ 4 സ്റ്റാർ റീഡ്. സോ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇത് ഹാപ്പൻ ചെയ്യുന്നത് ഒരു അപ്പോകാലിപ്റ്റിക് വേൾഡിനാണ്, ഒരു നിയർ ഫ്യൂച്ചറിലൊക്കെ. ഫസ്റ്റ്ലി ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലേ നടക്കുന്നുണ്ട്, ഒരു ഡ്രാമ. അപ്പോൾ അത് ഷേക്സ്പിയർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് നടക്കുന്നത്. സോ ആ ഒരു ഡ്രാമയിലെ മെയിൻ നടനാണ് ആർത്തർ. അപ്പോൾ ആർത്തർ പെട്ടെന്ന് ഇങ്ങനെ സീൻ അഭിനയിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു ആൻഡ് ദെൻ ഹീ ഈസ് ഡെഡ്. അപ്പോൾ പെട്ടെന്ന് കാണികളിൽ ഉള്ള ഒരാള് വേഗം സ്റ്റേജിലോട്ട് കയറി ചെന്നിട്ട് എന്താ പറയുക, CPR കൊടുക്കുന്നു. ബട്ട് ദർ ഇസ് നോ ഹോപ്പ്. അപ്പോൾ ആ ക്യാരക്ടറാണ് ജീവൻ. അപ്പോൾ ആ ഒരു മരണത്തിന് ശേഷം പിന്നെ തുടരെ ഓരോരുത്തരായിട്ട് മരിക്കൽ തുടങ്ങുകയാണ്. സോ ഒരു പ്ലേഗ്, ഒരു ഭയങ്കര ഒരു ഡിസീസ്, ലൈക്ക് ഒരു കോവിഡ് സമയം, ഒരു പാൻഡമിക് തന്നെ പറയാം, അതുപോലെ ഒരു ഡിസീസ് ഹിറ്റ് ചെയ്യാണ് ആ ഒരു നാട്ടിൽ. ആൻഡ് 99.9% ഓഫ് ദ പോപ്പുലേഷൻ വൈപ്ഡ് ഔട്ട് ആണ്. വാട്ട് ഹാപ്പൻസ്, ഇങ്ങനെ ഒരു ഇത് നമ്മളെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. സോ അതാണ് ആ ഒരു ബുക്കിൽ ത്രൂ ഔട്ട് പറയുന്നത്. സോ ഒരു 99.9% ആൾക്കാർ മരിച്ചു എന്ന് പറയുമ്പോൾ, ലൈക്ക് ദർ ഇസ് നോ ഗവൺമെന്റ്, ദർ ഇസ് നോ ഹോസ്പിറ്റൽസ്, ദർ ഇസ് നോ ഫെസിലിറ്റി, ഒന്നുമില്ല. എല്ലാം കംപ്ലീറ്റ്ലി സിവിലൈസേഷൻ നഷ്ടപ്പെടുകയാണ്. ആൻഡ് ദർ ഇസ് നോ വൈഫൈ, ദർ ഇസ് നോ ഇന്റർനെറ്റ്, ദർ ഇസ് നോ ടെക്നോളജി, ദർ ഇസ് നോ ഫോൺ, ദർ ഇസ് നോ മീഡിയ, ഒന്നുമില്ല. ആൻഡ് പെട്ടെന്ന് ആ ഒരു മോഡേൺ ലൈഫ് ജീവിച്ചിരുന്നത് ആൾക്കാർ പെട്ടെന്ന് ഒരു ആൻഷ്യൻ ടൈമിലോട്ട് പോകണം. സോ വളരെ കുറച്ച് പോപ്പുലേഷനെ ഇപ്പൊ ബാക്കിയുള്ളൂ. അപ്പൊ അവരുടെ ആഫ്റ്റർ ലൈഫാണ് ഈ ബുക്കിലുള്ളത്. സോ 2 ടൈം ലൈനാണ് വരുന്നത്. ഒന്ന് ഈ ഒരു പ്ലേഗ് ഹിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ടൈം ലൈൻ. സോ നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത് ജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ആർത്തർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്ത ടൈം ലൈൻ എന്ന് പറയുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷം ഈ സിവിലൈസേഷൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. കുറച്ച് പേരേ ഉള്ളൂ ലൈക്ക് എങ്ങനെയായിരുന്നു പണ്ട് ഈ ഒരു വേൾഡ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർ വളരെ കുറവാണ്. സോ ഇങ്ങനെയൊക്കെ ടെക്നോളജി ഉണ്ടായിരുന്നു, ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു മോഡേൺ വേൾഡ് എന്ന് അറിയുന്ന ആൾക്കാർ കുറവാണ്. സോ അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസിൽ ഭയങ്കരമായിട്ട് അവർ സർപ്രൈസ്ഡ് ആണ്. നമ്മൾ ഈ സെക്കൻഡ് ടൈം ലൈനിൽ ഫോളോ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. സോ അവരൊരു ഡ്രാമ ആർട്ടിസ്റ്റുകളായിട്ട് അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അവർ ഓരോ ടൗണിലും അവരുടെ ഡ്രാമ അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ ഓരോ ടൗണിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടിട്ട് അവരാകെ എന്താ പറയാ ഷോക്ക്ഡ് ആണ് അതിൽ കുറച്ച് ആൾക്കാർ. കാരണം അവർക്ക് ആ ആൾക്കാർക്ക് അറിയായിരുന്നു എങ്ങനെയായിരുന്നു ആ വേൾഡ് ഫസ്റ്റ് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ലൈക്ക് ഒരു പെട്ടെന്ന് വെച്ചൊരു സുപ്രഭാതത്തിൽ സിവിലൈസേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കും ബാക്കി വരുന്ന ആൾക്കാർ ചെയ്യാൻ പോകുന്നത്, അവരെന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, അവർക്കൊരു സൊസൈറ്റി ആയിട്ട് പിന്നെ ജീവിക്കാൻ പറ്റില്ല. സോ അവരെന്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ലൈക്ക് അവർ കാട്ടിക്കൂട്ടുന്ന ഹാംഫുൾ കാര്യങ്ങൾ. ഈ ഒരു ഓഥറിന്റെ ബുക്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ബുക്സ് ആണ്. സോ നമുക്ക് ഒരു ഹൈ റേറ്റിംഗ് അല്ലാതെ ഒരിക്കലും ലോ റേറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല. ഇതൊരു മീഡിയം പേസ്ഡ് ബുക്കാണ്. ഭയങ്കര എന്റർടൈൻമെന്റ് കൈൻഡ് ഓഫ് ബുക്ക് അല്ല, എന്റർടൈൻമെന്റ് നോക്കി പോകുന്നവർക്ക് പറ്റിയൊരു ബുക്കേ അല്ല. കൂടുതൽ തോട്ട് പ്രൊവോക്കിംഗ് ബുക്കാണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. സോ അങ്ങനെ കൈൻഡ് ഓഫ് ബുക്കാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് സോ ബ്രില്യൻ്റ്ലി ഡൺ. ആ ടൈം ലൈനിലുള്ള ഷിഫ്റ്റിംഗ്, ലൈക്ക് ഈ ഒരു സ്ഥലത്ത് ഇന്നത് വരണം, ഇവിടെ ഇന്ന പോയിന്റ് വരണം, ഇന്ന പ്ലോട്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കണം. സോ ത്രൂ ഔട്ട് ലാസ്റ്റ് നമുക്ക് നല്ല പ്ലോട്ട് ട്വിസ്റ്റും എല്ലാം ഉണ്ട്. ലൈക്ക് ത്രൂ ഔട്ട് ഇറ്റ്സ് സോ ഗുഡ്. ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഒന്നല്ല, ബട്ട് ഇറ്റ്സ് സോ റിയലി ഗുഡ്. കാരണം പ്ലോട്ട് നമ്മൾ കൊണ്ടുപോകും. ലൈക്ക് ഇഫ് വി ആർ ഇൻവെസ്റ്റഡ്, നമുക്ക് ഈ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയുക, പ്ലോട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. സോ ഇതിനെ പറ്റി ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് തോന്നി, ബിക്കോസ് ഇറ്റ് ഡിസേർവ്സ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി വർത്ത് യുവർ ടൈം. സോ ഇഫ് യു വാണ്ട് എ sci-fi apocalyptic book with a literary fiction touch,
then definitely this is a must try for you. ചാനലിൽ ബുക്കിഷ് കോണ്ടന്റ്സ് ആണ് ചെയ്യാറ്. So if you love my content, then please like, share and subscribe. I will see you with another review. Till then, bye bye and take care.